പാകിസ്ഥാന് വേണ്ടി നാവികസേനയിലെ ഉദ്യോഗസ്ഥൻ ചാരപ്രവർത്തനം നടത്തിയതിന് അറസ്റ്റിലായി. ഡൽഹിയിലാണ് ഈ സംഭവം. ഡൽഹി നാവികസേന ആസ്ഥാനത്തെ വിശാൽ യാദവ് എന്ന ആളാണ് ഈ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാൻകാരി ഒരു സ്ത്രീക്കാണ് വിവരങ്ങൾ ചോർത്തുന്നതെന്നാണ് ഇപ്പം ജയ്പൂർ ആസ്ഥാനമായ ഇൻ്റലിജൻസ് ഏജൻസി കണ്ടെത്തിയത്. വിശാൽ യാദവ് വർഷങ്ങളായി ഈ സ്ത്രീയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അവർ പാകിസ്ഥാൻ ഇൻ്റലിജൻസിലെ മാനേജർ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥയായിട്ടാണ് വിശാൽ യാദവിന് അടുപ്പം. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം. ആ സമയത്ത് നിർബാധം വിശാൽ യാദവ് ഇവിടെ നിന്ന് വിവരം ചോർത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. നാവികസേനയിലെ മാത്രമല്ല, ഡൽഹി ആസ്ഥാനമായ പ്രതിരോധ സ്ഥാപനത്തിലെയും വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. വിവരങ്ങൾ നൽകിയതിന് ഇയാൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് ഇയാളുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി മുഖേനയും പണം വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജയ്പൂരിലെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സെൻറ്ററിൽ ഇയാളെ കൊണ്ടിരുത്തി ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളും ഇയാളെ ചോദ്യം ചെയ്യാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ റാക്കറ്റ് എത്രത്തോളം വിപുലമാണ്, ഇന്ത്യയുടെ ഈ രഹസ്യങ്ങൾ ചോർത്തുന്നത് ഏത് വിധത്തിലാണ്, ആരൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ അതീവ രഹസ്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഗെയിമിൽ ഒരു അഡിക്റ്റാണ് ഈ വിശാൽ യാദവ് എന്ന് പറഞ്ഞ ആൾ എന്ന് അവിടുത്തെ രാജസ്ഥാനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ വിഷ്ണുകാന്ത് ഗുപ്ത പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഓൺലൈൻ അഡിക്റ്റാണ് വിശാൽ യാദവ്. ഓൺലൈനിൽ നമുക്കറിയാം റെമി കളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടത്തിലേക്ക് പോകും. നഷ്ടം നികത്താനുള്ള പണം ഇയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അയാൾ ഈ പാകിസ്ഥാൻ ഇൻ്റലിജൻസിലുള്ള ആ ലേഡി അതിനുള്ള പണം എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അഡിക്റ്റായ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് എന്ത് കൊടുത്താലും ശരി അയാൾക്ക് പണം വേണം. അങ്ങനെ ഒരു അവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ് ആ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാന് നൽകുന്നത്. അത് നല്ലൊരു ഏരിയ ആയിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടി എന്ത് വിവരങ്ങളും അയാൾ ചോർത്തും. അങ്ങനെയുള്ളവരെ ആണ് ഇപ്പം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ഇയാൾ ആരും ശ്രദ്ധിക്കാതെ നിർബാധം ഇയാൾ പാകിസ്ഥാന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മാനേജറിയൽ ലെവലിലുള്ള, കാരണം ഉയർന്ന ലെവലിലുള്ള ലേഡിയാണ്. കാരണം അവരെങ്ങനെയാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇയാളെ അവരെ വഴിക്ക് കൊണ്ടുവന്നത് എങ്ങനെ. ഇപ്പോൾ ഓരോ വിവരത്തിനും നല്ല പണം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ക്രിപ്റ്റോ കറൻസി മുഖേന കൊടുക്കും. അത് ചിലപ്പം പിടിക്കാൻ സാധ്യത കുറവ്. അത് നേരിട്ടും വന്നിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ്, ഈ സംശയം വെച്ച് ഇയാളുടെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് അവരുമായിട്ട് നിരന്തരം വർഷങ്ങളായിട്ടുള്ള സമ്പർക്കമുണ്ട്. കാരണം പണം വന്നിട്ടുണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഒരു സ്ത്രീ ഒരു അവരുടെ അക്കൗണ്ടിന് ഇന്ത്യയിലെ ഒരുത്തൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മീഡിയേറ്റർ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അയാളാണ് യഥേഷ്ടം ഈ പണം അയക്കുന്നത്. കഴിവുള്ളിടത്തോളം എനിക്ക് തോന്നുന്നത് കൂടുതലും ഇന്ത്യയിൽ തന്നെയായിരിക്കും മീഡിയേറ്റർ, അയാളായിരിക്കും പണം കൊടുക്കുന്നത്. എന്തായാലും അവർ നേരിട്ട് പണം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയിലേക്കും പണം ആ ഒരു ക്രിപ്റ്റോ കറൻസി മുഖേനയും പണം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇൻ്റലിജൻസ് കണ്ടെത്തിക്കൊണ്ട് ഏതായാലും പാകിസ്ഥാനിലെ നിരന്തരം ചാരപ്രവർത്തനം നടത്താൻ സാധ്യത നമ്മുടെ ബോർഡർ സ്റ്റേറ്റായ രാജസ്ഥാനിലെ അതിർത്തിയിൽ പാകിസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ഇതുപോലെയുള്ള ആൾക്കാർ പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ ചോർത്തുന്നുണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് വിഷ്ണുകാന്ത് ഗുപ്ത എന്ന സീനിയർ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ അതീവ രഹസ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനു മുമ്പ് പല ഉദ്യോഗസ്ഥർ ഇതുപോലെ ചോർത്തി കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ അടുത്ത കാലത്ത് കുറച്ച് കൂടുതലുണ്ട്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസി കുറച്ച് കൂടെ കാര്യഗൗരവമായി ഒരു അന്വേഷണം നടത്തുന്നു എന്നാണ് ഇത് മനസ്സിലാകുന്നത്. കാരണം രാജ്യത്തെ വിറ്റ് പണം സമ്പാദിക്കുന്ന ആൾക്കാർക്ക്
മോചനം ആർക്കാർക്കും ഒരു എക്സ്ക്യൂസുമില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതുപോലെ ഡൽഹിയിലെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ പണി ചെയ്തതെന്നും ചാരപ്രവർത്തനം ചെയ്തതെന്ന് മനസ്സിലാകുമ്പോൾ അത് രാജ്യത്തിനുള്ള ത്രെട്ട് എത്രത്തോളം ഉണ്ട്, ഇന്ത്യയുടെ വളരെ വൈറ്റലായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു റാക്കറ്റിനകത്ത് വളരെയധികം ആൾക്കാർ ഇനി ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പണം യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിപ്റ്റോ കറൻസി മറ്റ് മാർഗങ്ങളിൽ കൂടെ ആരും പിടിക്കാത്ത രീതിയിലേക്ക് ഈ ചാരപ്രവർത്തനം നടത്തുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുതന്നെയല്ല, ഒരു വെട്ടിലായ വ്യക്തിയാണ് ഇയാൾ. കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയയിലും ഇതുപോലെയുള്ള റമ്മികളിയിലുമൊക്കെ പോയി ആകൃഷ്ടരായി കഴിയുമ്പം ധാരാളം പണം നഷ്ടം വരും. അത് റിക്കൂപ്പ് ചെയ്യാൻ വീണ്ടും പണം ആവശ്യമുണ്ട്. എടുക്കാവുന്നിടത്തോളം പണങ്ങൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടും കടത്തിലോട്ട് പോകുമ്പം ഇങ്ങനെ കിട്ടുന്ന ഒരു ശല്യമില്ലാതെ കിട്ടുന്ന പണമാണല്ലോ എന്ന് കരുതി രാജ്യത്തെ വിറ്റാലും വേണ്ടില്ല തൻ്റെ കാര്യം നടക്കണം എന്ന് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ളൊരു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ നീക്കം അവർക്ക് അപകടകരമായ ഒരു നിലവാരത്തിലേക്ക് അവർ പോകും. ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ സൈനിക സേവനം നടത്തുന്ന ആളാണ്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഉദ്യോഗസ്ഥനാണ്, അവരൊക്കെ സൂക്ഷിക്കുക. രാജ്യത്തെ വിറ്റ് പണം സമ്പാദിക്കുന്നവർക്ക് അവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. അതൊക്കെ വലിയ ഇംപ്രിസ്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്കും പോകും. രാജ്യത്തെ വിറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി. അങ്ങനെ അടുത്ത കാലത്ത് നമുക്കറിയാം, ചാരപ്രവർത്തനം നടത്തിയ ആളെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഡൽഹിയിലെ പാർലമെൻറ്റ് ആക്രമണത്തിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ രീതിയിലുള്ള ചാരപ്രവർത്തനം ആരെങ്കിലും നടത്തുന്നുണ്ടോ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഇന്ത്യയെ രാജ്യത്തിന് വിറ്റ് പണം സമ്പാദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇംപ്രിസ്മെൻറ്റ് അല്ലെങ്കിൽ തൂക്കിക്കൊലയാണ് അവരെ കാത്തിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം.